ഹലോ കൂട്ടുകാരെ, അങ്ങനെ പാലക്കാട് ജില്ലയിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ഇന്ന് നമ്മൾ യാത്ര പോകുന്നത്. ഇതാ നമ്മൾ മുതലമട റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. ഇന്ത്യയിൽ 10 ഭംഗിയുള്ള റെയിൽവേ സ്റ്റേഷനാണ് ഉള്ളത്. അതിലൊന്നാണ് നമ്മുടെ പാലക്കാട് ജില്ലയിലെ മുതലമട റെയിൽവേ സ്റ്റേഷൻ. അതുകൊണ്ട് തന്നെ പാലക്കാട് ജില്ലയിലൂടെ നിങ്ങൾ ആരെങ്കിലും കടന്നു പോവുകയാണെങ്കിൽ ഈ റെയിൽവേ സ്റ്റേഷൻ ഒന്ന് വിസിറ്റ് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ തീർച്ചയായിട്ടും പാലക്കാട് ജില്ലയിൽ കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളിലെ ഇമ്പോർട്ടൻ്റ് പ്ലേസ് തന്നെയാണ് മുതലമട റെയിൽവേ സ്റ്റേഷന്. എന്താണ് ഇവിടുത്തെ ആകർഷണം എന്ന് ചോദിച്ചാൽ, പ്ലാറ്റ്ഫോമുകൾക്ക് നടുവിലായിട്ട് പടർന്നു പന്തലിച്ച് നിൽക്കുന്ന അരയാലുകളും അതുപോലെ തന്നെ പേരാലുകളും തന്നെയാണ് കേട്ടോ. അത് ഒന്നോ രണ്ടോ മാത്രമല്ല, കുറേ പേരാലുകളും അരയാലുകളും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. പിന്നെ ഇവിടെ എത്തിപ്പെടേണ്ട മാർഗം എന്ന് പറയുന്നത് മുതലമട കാമ്പ്രാത്തുചള്ള നാൽക്കവല എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ നിന്ന് വടക്കോട്ട് ഏകദേശം 4 കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ കാണുന്ന മുതലമട റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരാം കേട്ടോ. ഇവിടെ ഒരുപാട് സിനിമകൾക്ക് ലൊക്കേഷൻ ഒരുക്കിയിട്ടുണ്ട്. ഐ തിങ്ക് 35ഓളം സിനിമകൾക്കാണ് ഇവിടെ ലൊക്കേഷൻ ഒരുക്കിയിട്ടുള്ളത്. നമ്മുടെ ലാലേട്ടനും അതുപോലെ തന്നെ ശിവാജി ഗണേശനും അഭിനയിച്ച ഒരു യാത്രാമൊഴി എന്ന സിനിമയിലെ ക്ലൈമാക്സ് സീൻ ഉണ്ടല്ലോ, അത് ഇവിടെയാണ് കേട്ടോ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ അൻപേശിവം, പാണ്ടിപ്പട, മേഘം, വെട്ടം തുടങ്ങിയ ഏകദേശം നല്ല നല്ല സിനിമകളൊക്കെ ഇവിടെ തന്നെയാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഇന്ത്യയിൽ ഏറ്റവും ഭംഗിയുള്ള 10 റെയിൽവേ സ്റ്റേഷനിൽ ഒന്നാണ് മുതലമട എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് സിനിമക്കാരുടെ ഇഷ്ട പ്ലേസായിട്ട് ഈ ഒരു സ്ഥലം ഇന്നും നിലകൊള്ളുന്നത് കേട്ടോ. ഇത് പ്രവർത്തനം ആരംഭിക്കുന്നത് ബ്രിട്ടീഷ് ഭരണകാലത്താണ്. 1898 കാലഘട്ടങ്ങളിലൊക്കെ ആയിട്ടാണ് ഇതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. അന്ന് മധുര ഡിവിഷൻ്റെ കീഴിലായിരുന്നു കേട്ടോ ഈ സ്റ്റേഷന്. വാൽപ്പാറ, പറമ്പിക്കുളം, നെല്ലിയാമ്പതി തുടങ്ങിയ മലനിരകൾ ബ്രിട്ടീഷുകാരുടെ അധീനതയിലായിരുന്നല്ലോ. ആ കാലത്ത് തോട്ടം മേഖലയായ ഇവിടേക്ക് തൊഴിലാളികളെ എത്തിക്കാനും അതുപോലെ തന്നെ ചരക്കുകൾ ചെന്നൈയിലേക്ക് എത്തിച്ച് കച്ചവടം ചെയ്യാനൊക്കെ ആയിരുന്നു ഈ റെയിൽവേ സ്റ്റേഷനെ പ്രധാനമായും ആശ്രയിച്ചിരുന്നത്.